ഒരു ടയർ ഷോപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു റബ്ബറിന്റെ മണമുള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ ഒരിക്കലും ടയറക്സ് അങ്ങനെയല്ല. ഇതൊരു കോഫി ഷോപ്പിന്റെ വൈബിലാണ്, ആ ഒരു മൂഡിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ടയറിന്റെ തീമുള്ള ഒരു കോഫി ഷോപ്പിൽ എന്തായിരുന്നു അങ്ങനത്തെ ഒരു തീരുമാനത്തിന്റെ പിന്നെ? ഞാൻ മാത്തുക്കുട്ടിയുടെ അത്ര ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിലും കുറെ പല പല രാജ്യങ്ങളിലും പല പല സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഈ പറഞ്ഞ കണ്ടിട്ടുള്ള കുറെ തീംഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ റൈറ്റ്ലി സെഡ് ഈ ടയർ ഷോപ്സ് എന്ന് വെച്ചാൽ ഒരു ഷാബി ആയിട്ടുള്ള പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന റോഡ് സൈഡിലൊക്കെ നമ്മുടെ സൗത്തിൽ സ്റ്റിൽ ബെറ്റർ കേട്ടോ. നമ്മുടെ കേരളത്തിലാണ് ഇൻ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ടയർ സ്റ്റോഴ്സ് ഉള്ളത്. അപ്പം ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെന്റ്. ഇതിനൊരു പഞ്ചർ കടക്കാരനൊക്കെ ഇല്ലേ നമ്മൾ പറയുള്ളൂ അല്ലെ, ഒരു ടയർ കടക്കാരനെ നമ്മൾ പറയുന്ന പഞ്ചർ ഷോപ്പുകാരൻ, പഞ്ചർ ഒട്ടിക്കുന്ന ആള്, അതൊക്കെ തന്നെ നോർത്തിലൊക്കെ ഇപ്പോഴും കുറേ സ്ഥലങ്ങളൊക്കെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. സോ ഐ വാണ്ടഡ് ടു ബി ഡിഫറെന്റ്, കുറച്ചൊക്കെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങി. ദെൻ ഐ റിയലി സ്റ്റാർട്ട് പീപ്പിൾ അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. ആൾക്കാർ ഈ സ്പേസിൽ വരുമ്പോൾ റിയലി സ്റ്റാർട്ട് എൻജോയിങ് ദാറ്റ്. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ഫോർ ദം അല്ലേ. എന്തായാലും ഒരു ടയർ മാറ്റുന്ന സമയത്ത് അവൻ എടുക്കുന്ന ഒരു 1 hour സമയം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അവൻ എന്ത് ചെയ്യുന്നുള്ളത് എപ്പോഴും ഒരു വലിയ ചോദ്യമാണ്. വേറെ ഒന്നും ചെയ്യാമല്ലോ. വി ഹാവ് എ പൂൾ ടേബിൾ, വി ഹാവ് എ കോഫി ഷോപ്പ്, വി ഹാവ് ചാർജിംഗ് സ്റ്റേഷൻ, അവിടെ ഇലക്ട്രിക് ചാർജിംഗ് ഉണ്ട്, വി ഹാവ് മാനിക്യൂർ പെഡിക്യൂർ സെന്റർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കൺവെൻഷണൽ ടയർ റീറ്റെയിലിംഗ് കോൺസെപ്റ്റ് നിന്ന് മാറിക്കൊണ്ട് ഒരു വൈബുള്ള, സന്ത വൈബ് അല്ലാത്ത ഒരു നല്ല റിയൽ വൈബുള്ള ഒരു റീറ്റെയിൽ സ്റ്റോർ സെറ്റ് ചെയ്യുക എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു.